ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി പാകിസ്ഥാനി ചിക്കനും അതുപോലെ തന്നെ നെയ്ച്ചോറുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതാണ് കറി. കണ്ടോ, അടിപൊളിയാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. ഇപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പം അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പാകിസ്ഥാനി ചിക്കൻ വെക്കാനായിട്ട് കൂടുതൽ എല്ലാവരും ബട്ടറോ നെയ്യാണ് യൂസ് ചെയ്യൽ. ഞാനിപ്പോൾ ചിക്കൻ ഇത്തിരി കൂടുതലുള്ളത് കൊണ്ടിട്ടാണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കുക. ഇപ്പോൾ ചിക്കൻ ഇത്തിരി കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. ഇനി അതിലോട്ട് 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ അരമണിക്കൂർ മുമ്പേ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടി കൂട്ടി കുഴച്ച് ഒരു അരമണിക്കൂർ മേലെ ആയി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതെല്ലാം പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഇതിലോട്ട് മല്ലിച്ചീര ഇട്ട് കൊടുക്കാം. മല്ലിച്ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് പുളിയില്ലാത്ത തൈരാണ്. നല്ല കട്ട തൈര് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല, ഒട്ടും പുളിയും പാടില്ല. ആ തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തൈരിന് പുളി ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. നല്ലപോലെ വെട്ടിത്തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് മസാല പുരട്ടിയപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതാണ്, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ചിക്കനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വെള്ളമാണ്. ഇനി ഇതിലോട്ട് 1.5 സവാള മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് തക്കാളിയും കുറച്ച് പുതിന, വളരെ കുറച്ച് പുതിനയും കൂടി കൂട്ടി അരച്ചതാണ്. ഞാനൊരു 4 പുതിനയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്, അതെടുത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അതും കൂടി കൂട്ടി എല്ലാ ഭാഗത്തും ആ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വയ്ക്കാം. നമുക്ക് തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കുന്നുണ്ട്. ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഗരം മസാല. ഗരം മസാല എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇനി ഇതിലോട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 2 ടീസ്പൂൺ ബട്ടർ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ പൊടിയാത്ത വിധത്തിൽ വേണമേ മിക്സ് ചെയ്യാൻ. ഇത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റോളം അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കശുവണ്ടി മാത്രം അരച്ചെടുത്തതാണ്. അത്യാവശ്യം കശുവണ്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. അത് അതിലോട്ട് കൊട്ടിക്കൊടുക്കാം. ഒന്നെങ്കിൽ കശുവണ്ടി അരച്ച് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഞാൻ ഫുൾ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇനി ഒരു പാൻ എടുക്കുക. അതിലോട്ട് ഒരു 2.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കശുവണ്ടി ഒന്ന് മുപ്പിച്ചെടുക്കുക. കുറേ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ കൊണ്ടുവന്നത് എല്ലാം കൂടി ഇട്ടിട്ടാണ് അരച്ചത്. കുറച്ചേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നോക്കി, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടേ. അങ്ങനെ പാകിസ്ഥാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക, മൂടി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ കറി തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ കുറുകി നല്ല അടിപൊളി കറി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ് വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. കണ്ടോ? ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാം. അതിന് വേണ്ടി ഞാനൊരു ചരുവൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒന്നെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ കുരുമുളക്, തക്കോലം, ഏലക്ക, പട്ട, അങ്ങനെ എല്ലാ മസാലകളും കുറച്ച് കുറച്ചിട്ട് കൊടുത്ത് ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിയാതെ നോക്കണേ. ഇനി അതിലോട്ട് ഒരു പകുതി സവാള ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സവാള ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, നല്ലതാണ്. ഒരു പകുതി, ഇപ്പോൾ 1 കിലോ അരിയൊക്കെ ആണെങ്കിൽ ഒരു ക്യാരറ്റിൻ്റെ പകുതിയൊക്കെ മതിയാവും. നന്നായിട്ട് ഇങ്ങനെ ചീകി എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഇപ്പം ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട്
ഇതേപോലെ മൂപ്പിച്ചെടുക്കാം. ഒന്നിങ്ങനെ വറുത്തെടുക്കാതെ. ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഒരു 3 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് ഇതുപോലെ തന്നെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. കൈ വിടാതെ ഇളക്കണേ. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് മര്യാദക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഈ ഒരു പരുവനാകുന്ന വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇപ്പുറത്തെ ഒരു സ്റ്റൗവിൽ എന്തോരം അരി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ വെട്ടിത്തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നല്ലപോലെ വെട്ടിത്തിളച്ച വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അരി നുറച്ച് പോകും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ അതിലോട്ട് ഒരു 4-5 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തേ ഇപ്പം നല്ലപോലെ വെട്ടിത്തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേക്കും എല്ലാവരും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിയുമ്പോൾ ഇതിലോട്ട് സവാളയും ഇത്തിരി സവാളയും ഞാൻ പൊരിച്ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറുണ്ട്, പപ്പടമുണ്ട്, സാലഡുണ്ട്, പുതിന ചട്നി ഉണ്ട്, പിന്നെന്താണ് പാകിസ്ഥാനി ചിക്കനും ഉണ്ട്. ഇതാണ് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂലേ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.